ഹലോ അന്തപ്പനങ്കിൾ, എങ്ങനെയുണ്ട് കേരളത്തിൽ? എല്ലാം ഉഷാറല്ലേ? നോക്കൂ, ഇനി ദേശീയ തലത്തിൽ ഒന്നും പേടിക്കാനില്ല കേട്ടോ. മിക്കവാറും എല്ലാം സിസ്റ്ററുടെ തലയിലായിക്കൊള്ളും. ഇല്ല ഇല്ല, ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇനി ആരുമില്ല. നോക്കൂ അങ്കിൾ, അങ്കിളിനെ അറിയാലോ, ഇനി ജനിക്കാനിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഓക്കെ അങ്കിൾ, ഓക്കെ. ആ ഹലോ താനംജി. നമസ്കാരം. സുഖമായിരിക്കുന്നു സഹോദര? അങ്ങനെ അങ്ങ് പോകുന്നു. അല്ല അങ്കിൾ, ഈ ബാഗിൽ എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വെന്നിക്കുടി പാറിച്ചതിന് ശേഷം മാത്രമേ ഈ വോട്ടിംഗ് മെഷീൻ ഞങ്ങൾ താഴെ വയ്ക്കുള്ളൂ. ഇത് സത്യം, അയ്യപ്പസ്വാമിയാണ് സത്യം. വാവ്. സിസ്റ്ററെ ഗോതയിൽ ഇറക്കി കളഞ്ഞു കൊച്ചു കള്ളൻ. അത് പിന്നെ എന്തോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ മാത്രമല്ല കേട്ടോ, എന്റെ വീട്ടിൽ മമ്മിയെയും ചേച്ചിയെയും എല്ലാവരും ഇഷ്ടമാണ്. പപ്പിക്കുട്ടിയും പപ്പു പോലും പോലെ അല്ലേ? എന്നാലും ഒരു വല്ലാത്ത ചെയ്റ്റായി പോയോട്ടോ. ഒരു ഹിന്റ് പോലും തരാതെ സസ്പെൻസ് ആക്കി വെച്ചുകൊണ്ട്. അതങ്ങനെയാണ്. ഞാൻ എപ്പോഴും എന്ത് കാര്യവും ചെയ്യുമ്പോഴും അതൊരു സസ്പെൻസ് ഒളിപ്പിക്കും. നോക്കൂ, ഞാൻ എനിക്ക് തന്നെ ഇടയ്ക്ക് ഒരു സസ്പെൻസ് കൊടുക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു മുങ്ങും. അറിയാം, കംബോഡിയയും ഇന്തോനേഷ്യയും ഒക്കെ അല്ലേ റിലാക്സേഷന് വേണ്ടിയിട്ട്, അറിയാം. എന്നാലും നിങ്ങളുടെ പാർട്ടിയുടെ വേരറ്റുപോയ കിഴക്കൻ UP-യിൽ തന്നെ ആ കൊച്ചിനെ കൊണ്ടുപോയിട്ടത് വല്ലാത്തൊരു ക്രൂരതയായിപ്പോയി. ആ പാവം വാടിക്കരിഞ്ഞു പോകും. നോ, അങ്ങനെയൊന്നുമില്ല താനംജി. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ? പിന്നെ താനംജി, താങ്കൾ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് കേട്ടു. എന്തു പറ്റി, പേടിച്ചു പോയോ? ഓ, എന്നാത്തിനാ? രാജ്യസഭ ഇപ്പോൾ സേഫായിട്ട് കയ്യിലുണ്ടല്ലോ. ഇനി ലോക്സഭയിലെങ്ങാനും മത്സരിച്ച് തോറ്റു തുന്നം പാടിക്കഴിഞ്ഞാൽ വെറുതെ നാണം കെടാൻ നിൽക്കണ്ടല്ലോ. യു ക്ലെവർ മാന്. ഞങ്ങളുടെ പെർഫോമൻസ് കണ്ട് ശരിക്കും ഞെട്ടിയല്ലേ? ഗാന്ധിമോൻ, ഒരാൾ പരാജയപ്പെടുന്നത് ശത്രുവിൻ്റെ പെർഫോമൻസ് നല്ലതാകുന്നതുകൊണ്ട് മാത്രമല്ല, സ്വന്തം പെർഫോമൻസ് മോശമായാലും മതി. അത് എല്ലാവരും ഓർത്താൽ നന്ന്. ഇനി എൻ്റെ പെർഫോമൻസ് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. സോറി, എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും. ഇത്രയും പറഞ്ഞുകൊണ്ട് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പായി 2 വാക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ. എല്ലാം ശരിയാക്കി തരും എന്നും പറഞ്ഞ് അധികാരത്തിൽ കയറിയ നമ്മുടെ സർക്കാർ എന്തെല്ലാം ശരിയാക്കി എന്ന് കണക്കിലെടുക്കേണ്ട ദിവസമല്ല ഇത്. കാരണം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലിൽ നിൽക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെ പാർട്ടിക്കും മുന്നണിക്കും നിങ്ങളെ ആവശ്യമുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ എന്നെയും. അതുകൊണ്ട് എല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് അണിചേരാം. അടുത്തതായി നമ്മുടെ മണിയാശാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അച്ചുമാമനൊരു പാട്ട് പാടണം. ശരി, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാനൊരു പാട്ട് പാടാം. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയ്ക്ക് പറ്റിയ പാട്ട്. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാരാഗം ഞാൻ. ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാരാഗം ഞാൻ. ഈ മണിധ്വനിയിൽ, ഈ രജമണിയിൽ, ഈ വിശരകളിൽ ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാരാഗം ഞാൻ. ഓ, എങ്ങനെയുണ്ട്? സമ്മതിക്കണം അല്ലേ? ഇനി അടുത്തതായി നമ്മൾ ആശാന്റെ
ഒരു മിമിക്രി. ഞാനേ മിമിക്രി കാണിക്കാം, അതിനുശേഷം ഒരു പാട്ട് കൂടി പാടും. അയ്യോ അത് വേണോ? നിങ്ങൾ സമ്മതിച്ചാൽ മാത്രം, അല്ലെങ്കിലേ ഫ്യൂസ് വരും, ഫ്യൂസ്. എന്റെ ആശാനെ അതൊന്നും വേണ്ട, പാടിക്കോ. ആദ്യം ഒരു മിമിക്രി. അപ്പം എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു ചെറിയ മിമിക്രിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ടേ ലൈൻ കമ്പിയിൽ ഇരിക്കുന്ന കാക്ക കരയുന്നത്. എങ്ങനെയുണ്ട്? കയ്യടിക്കൂ. അടുത്തതായി ഇലക്ട്രിക് പോസ്റ്റിന്റെ സ്റ്റേ ബയറിൽ കെട്ടിയിരിക്കുന്ന ആട് കരയുന്നത്. അടുത്തതായി പൊട്ടിക്കിടക്കുന്ന ലൈൻ കമ്പിയുടെ അടുത്ത് കുഞ്ഞിപ്പൂച്ച പോകുമ്പോൾ അതിന്റെ തള്ളപൂച്ച പറയുന്നത്. അടുത്തതായി ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അടുത്ത് മൂത്രം ഒഴിക്കാൻ ചെന്നപ്പോൾ അവിടെ മൂത്രം ഒഴിക്കരുത് എന്ന ബോർഡ് കണ്ട് പ്രതിഷേധിക്കുന്ന ഒരു നാടൻ പട്ടി. അടുത്തതായി ഇടുക്കി ഡാമിൽ നിന്നും കറണ്ട് എടുത്ത ശേഷം തുറന്നു വിടുന്ന വെള്ളം നട്ട് നനച്ച് വളർത്തുന്ന പുല്ല് തിന്നുന്ന പശു കരയുന്ന ശബ്ദം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മിമിക്രി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അല്ല, തന്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ? എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ ഇതൊന്നും കണ്ടില്ലല്ലോ. ഇതൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരമൊന്നും തന്നില്ലല്ലോ. എല്ലാം ഒറ്റക്കങ്ങാട് കൈകാര്യം ചെയ്യായിരുന്നില്ലേ? അടുത്തത് എൻ്റെ പാട്ടാണ്. പാട്ടോ? ഏത് പാട്ട്? ഏറ്റവും കൂടുതൽ എന്നെ കുറിച്ചുള്ള പാട്ടല്ലേ. അപ്പൊ തുടങ്ങാല്ലേ? പള്ളിമണികളെ പള്ളിമണികളെ, മണിക്കുട്ടി കുറുമ്പുള്ളൊരമ്പിളി പൂവാലി, മണിയാൻ ചെട്ടിക്ക് മണിമുട്ടായി. മതി. ഇനിയിപ്പോ മണി കൂടുതൽ കെണിയാകുന്നതിന് മുമ്പ് നമുക്ക് പരസ്പരം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഇനി നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? അമ്മിണി. ഇനി അടുത്ത ആള് പറയൂ. സാർ, എൻ്റെ പേര് മനോജ്. എൻ്റെ വീട് ആലപ്പാട്ട്. കടലിൽ കയറി വീട് പോയി. ഇനി അടുത്ത ആള്? സഖാവേ, എന്റെ ഭർത്താവിനെ പോലീസ് പിടിച്ചകത്തിട്ടേക്കാ. ഒരു പാർട്ടി പ്രവർത്തകനാ. ആണോ? ഹർത്താലിൽ ബാങ്കിൽ അക്രമം കാണിച്ചേനെ പോലീസ് പിടിച്ചകത്തിട്ടിരിക്കുക. അതൊക്കെ നമുക്ക് ശരിയാക്കാം, അല്ലേ സഖാവേ? ആരേ? ഞാനോ? അതൊക്കെ നിങ്ങൾ തന്നെ ശരിയാക്കിയാ മതി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, ഞാൻ പോലീസുകാരനാണ്. ഇന്നലത്തെ മിന്നൽ പരിശോധനയിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് 10,000 രൂപ പിടിച്ചു. ഞാനിപ്പോൾ സസ്പെൻഷനിലാണ്. നമുക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടാലോ? ആശാനെ, നമുക്കവിടെ പോയേക്കാം. അപ്പോൾ ശരി, ഞങ്ങൾക്കേ 1-2 പരിപാടികളും ഉണ്ട്. അതുകൊണ്ടേ നിങ്ങൾ യോഗ നടപടി തുടർന്നോ. ശരി. പൊടിന്നിട്ട് പോവും അവര്. അതൊക്കെ എത്ര ഉള്ളൂ. ലാൽ സലാം സഖാവേ. നമസ്കാരം. ജയ് ഹിന്ദ്. എന്താ അച്ഛൻ ഈ വഴിയൊക്കെ ഇരിക്കെ? അല്ല, ദേശീയ തലത്തിൽ ഒരു വല്ല പ്രതീക്ഷയുമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഈ വയസ്സാം കാലത്ത് ദേശീയ തലത്തിലൊക്കെ നമ്മൾ ഒന്നല്ലേ, ഒരാഗ്രഹം. ഞങ്ങൾ ഏതായാലും നല്ല ഊർജത്തോടും ഉത്സാഹത്തോടും കൂടി അങ്ങോട്ട് തുടങ്ങി വെച്ചു. ഈ പോളിംഗ് ബൂത്ത് വരെ ഈ ഊർജം ഒന്ന് നിലനിന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അല്ല എന്തപ്പാ, ഈ സെക്രട്ടേറിയറ്റൊക്കെ ഉപരോധിച്ചു എന്ന് കേട്ടു. സെക്രട്ടേറിയറ്റ് മാത്രമല്ല, സകല കളക്ടറേറ്റും ഉപരോധിച്ച് ഞങ്ങൾ അങ്ങോട്ട് ആഞ്ഞടിച്ചു. അല്ല, ഈ ഭരണസ്തംഭനം തീർക്കാൻ ഭരണസ്ഥാപനങ്ങൾ സ്തംഭിപ്പിച്ച് തന്നെ സമരം നടത്തിയത് ഏതായാലും നന്നായി. അത് പിന്നെ ഈ ഉഷ്ണേന ശാന്തി എന്നാണല്ലോ. അത് കഴിക്കട്ടെ, എന്തായി നിങ്ങളുടെ കലാപരിപാടികളൊക്കെ? അല്ല, ഞങ്ങളും തുടങ്ങി വച്ചല്ലോ.
കുടുംബ സംഗമങ്ങളിലൂടെയാണ് ഞങ്ങളുടെ തുടക്കം. പിന്നെ വടക്കൻ തെക്കൻ മേഖല ജാഥകളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. പിന്നാലെ വരുന്നതൊക്കെ അതൊക്കെ അവിടെ നിന്നോട്ടെ. അച്ചുമാവനൊന്നിന്റെ മുന്നിലില്ലേ? അതപ്പോ പ്രചാരണത്തിലെ മുഖ്യ ഐറ്റം എന്നും ഞാനാണല്ലോ. അന്തപ്പൻ ഇവിടെ കിടന്ന് മാത്രമാണോ കളി? ദേശീയ തലത്തിൽ റോളൊന്നുമില്ലേ? അല്ല, ഈയിടെയായി ഇവിടെ തന്നെ കാണാം, അതുകൊണ്ട് ചോദിച്ചതാ. എൻ്റെ അച്ചുമാവ പിന്നെ ഇല്ലാതിരിക്കുമോ? ദേശീയ തലത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഞാനല്ലേ. ഞാനൊരു യെസ് പറയാതെ ഗാന്ധി മോൻ ഒരു സ്റ്റെപ്പ് പോലും വെക്കില്ല. അല്ല, ആ മോൻ എന്തു പറയുന്നു? ഇപ്പോഴും അമ്മയുടെ സാരിയിൽ തൂങ്ങിയാണോ നടപ്പ്? ഹേയ്, ആ പയ്യനങ്ങ് വളർന്നില്ലേ. ഇപ്പൊ പഴയ ഗാന്ധി മോനൊന്നും അല്ല. രാജ്യത്തുള്ള മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും മുന്നിൽ നിന്ന് നയിക്കാനുള്ള ചുണയും ചുറുചുറുക്കുമുള്ള ഒരു നേതാവായി വളർന്നു കഴിഞ്ഞു. ഇപ്പൊ രാജ്യം മുഴുവൻ അദ്ദേഹത്തെയല്ലേ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഗാന്ധി മോളും ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. കുടുംബ വാഴ്ച നീടാൽ വാഴട്ടെ. എന്നിട്ട് വല്ലതുമൊക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെ ചെയ്യുന്നുണ്ടോന്നു ഒരാളിപ്പോ അങ്ങ് അമേറ്റിയില്ല. ബൂത്ത് തലത്തിലുള്ള ആളുകളെ വരെ പോയി കാണുകയല്ലേ. അത് മാത്രമല്ല, ഞങ്ങളൊന്നും ഇതുവരെ കാണാത്ത തരത്തിൽ അത്ര ആഴത്തിൽ താഴെ തട്ടിൽ നിന്ന് വരെയല്ലേ പ്രവർത്തനം. അതെ, താഴെ നിന്ന് കളിച്ചാൽ താഴെ വീടില്ല. അതെ, ചാണ്ടിച്ചൻ മത്സരിക്കുന്നു എന്ന വാർത്ത കേട്ടല്ലോ, ശരിയാണോ? സത്യമല്ലോ, അതിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അദ്ദേഹം എവിടെ നിൽക്കണമെന്ന് തീരുമാനിച്ചാലും ആ മണ്ഡലം കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. അങ്ങനെയുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അല്ല അന്തപ്പ, അയാള് തന്നെയല്ലേ അന്തപ്പനെ ഇവിടെ നിന്നും പുകച്ചോടിച്ചത്? ഇനിയിപ്പോ അദ്ദേഹം ഡൽഹിയിൽ വന്നാൽ അന്തപ്പൻ പിന്നെ എങ്ങോട്ടോടും? അയ്യോ, എൻ്റെ അച്ചുമാമ, ഞാൻ അത്ര അങ്ങോട്ട് കടന്ന് ചിന്തിച്ചില്ല. താങ്ക്സ് അച്ചുമാമ, താങ്ക് യു. അയാൾക്കുള്ളൊരു പാര എത്രയും പെട്ടെന്ന് ആലോചിച്ച് വെക്കണമല്ലോ. എന്താ ഇത്? അവർ കുടുംബസംഘം ആരംഭിച്ചിരിക്കുകയാണല്ലോ. അതിനെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി യോഗം അനുഷ്ഠിക്കുക. കഷ്ടം. ഈ സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷ നേതാവുണ്ടോ എന്ന കുറെ കാലമായിട്ട് ജനങ്ങളുടെ സംശയം. എൻ്റെ ചിഹ്നത്തില് ഇനിയെങ്കിലും ഒന്ന് ജനപ്രിയനാകാൻ നോക്കൂ. എൻ്റെ പഴയ ക്ഷീണമൊക്കെ ശബരിമല വിഷയത്തിൽ ഞാൻ മാറ്റിയെടുത്തില്ലേ? അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ആയില്ലേ. ഇപ്പൊ കേരളത്തിൽ നമ്മളും താമരക്കൂട്ടന്മാരും സഖ്യകക്ഷികളാണോ എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ സംശയം. അന്തപ്പൻ സാറേ, എന്ത് ചെയ്തിട്ടും ഒന്നും ശരിയാവുന്നില്ലെന്നേ. നമ്മുടെ കണ്ണൂരിലെ ജനപ്രിയൻ മുഖ്യനെ പരിഹസിച്ച് സംസാരിച്ചത് പാരയായത് കണ്ടില്ലേ? ഇരട്ടച്ചങ്കനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പെണ്ണുങ്ങളെക്കാൾ മോശമായിട്ടല്ലേ എന്തൊക്കെയാ വിളിച്ചു കൂവിയത്. നമ്മുടെ ഗാന്ധി മോള് അരങ്ങേറ്റം കുറിച്ചത് നമുക്ക് വല്ല ഗുണവും ചെയ്യുമോ സാറേ? പിന്നല്ലാതെ, ഞെട്ടിപ്പോയില്ലേ താമരക്കാര്. കുട്ടിയുടെ പേരിന്റെ കൂടെ തന്നെ ഒരു പ്രിയ ഉള്ളത് കൊണ്ട് ജനപ്രിയ ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ എടുത്താ പൊങ്ങാത്ത ഭാരമായി പോയി കൊടുത്തത്. ശരിയാ, സാറിന് പ്രതിപക്ഷ സ്ഥാനം കിട്ടിയ പോലെ. പ്രിയമോളുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചോരയുടെ ഗുണം കാണിക്കാതിരിക്കൂ. പക്ഷെ ഇന്ത്യ ടുഡേയുടെ സർവേ അനുസരിച്ച് നമ്മളൊന്ന് പേടിക്കണം. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ നമ്മുടെ കളി. യുപിയിൽ നമുക്ക് കൈവിട്ടുപോയ നമ്മുടെ പ്രതാപം അത് പ്രിയമോൾക്ക് വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ത്യ മുഴുവൻ അതൊരു തരംഗമായിട്ട് മാറും. അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കാതെ എന്തെങ്കിലും മേലങ്ങ് ചെയ്യാൻ നോക്കും. പക്ഷെ എന്ത് ചെയ്യണമെന്ന ഒരു പിടിയും കിട്ടാത്തത്. അതെ, കുടുംബയോഗം പോലെ ജനപ്രിയമായ എന്തെങ്കിലും കലാപരിപാടി കണ്ടുപിടിക്കണം. താൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു, വേറെ പണിയൊന്നുമില്ലല്ലോ. എന്താ ചെയ്യാ? ചവിട്ടുനാടകമായാലോ? വേണ്ട, എലക്ഷൻ കഴിയുന്നത് വരെ ഇങ്ങനെ അങ്ങ് ആലോചിച്ചോണ്ടിരിക്കാം, അതാണ് നല്ലത്.
മാ എന്ന അക്ഷരത്തോട് മലയാളിക്ക് മുമ്പേ ഒരു മമതയുണ്ട്. അതിൽ മുഖ്യമായതാണ് മടിയും മറവിയും. മുമ്പുള്ളതൊക്കെ മറന്നിട്ട് മാറി മാറി ഇവരെയൊക്കെ ജയിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ.